ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം. എത്ര പ്രപ്പോസൽസ് വന്നു ഡി എമ്മില്? ഇപ്പൊ കുറേ വന്നു. ഇന്ന് വന്ന ലാസ്റ്റ് ഡി എം വായിച്ച ആദ്യം ലവ് ലെറ്റർ വായിക്കണോ? വായിക്കും. ഡിയർ അബി, ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ യു ഐ ലവ് യു. ஒரு வெள்ளி கொலுசு போல இந்த பூமி சிணுங்கும் கீழே ഐ ലവ് യു ടു. வைரம் போல அந்த വാനം മിനുങ്കും മേലെ. മുടി ഭയങ്കര ക്രേസ് ആണ്. നീളമുടി നീളമുടി എനിക്ക് ഭയങ്കര ക്രേസ്. അത് മിക്കാറുള്ള ബോയ്സിനുള്ളതാ. ഹൗസിനകത്തൊരു നീളമുടി കൊച്ചുണ്ടായിരുന്നു. ആ സീരിയലിന്റെ വായ നോക്കിയിരിക്കുകയാണ്. ഒന്നുമില്ല ബബിയുടെ മൈൻഡിലുണ്ടായിരുന്നു അധികം ദിവസം ഒന്നും നിൽക്കണ്ടാവില്ല. പിന്നെ എന്റെ ഡ്രസ്സ് കുറച്ച് കൊടുത്ത് ഞാൻ സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നത്. സാധാരണക്കാര് ഡെയിലി ഓരോ ഷർട്ട് അല്ല ഇടുന്നത്. ഒരു ഷർട്ട് തേഞ്ഞ് മാഞ്ഞ് നരച്ചു പോകുന്നവരുണ്ട്. അബിക്കുണ്ടായിരുന്ന ഒരു കോംബോ ഇതുവരെ ബിഗ് ബോസിൽ ആരും കണ്ടിട്ടില്ല. നീയും ബീൻ ബാഗ് ബീൻ ബാഗിനെ സ്നേഹിച്ചവർക്ക് വരെ ടാഗ് ലൈൻ ബിഗ് ബോസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കയറുമ്പോഴും അവർ നമ്മളോട് ഒരു വാർണിംഗ് തന്നു കഴിഞ്ഞാൽ നമ്മളത് റെസ്പെക്ട് ചെയ്യണം. കാരണം അങ്ങനെ പ്ലാറ്റ്ഫോം എല്ലാവർക്കും കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടി. ഇനി ഞാനതൊരു ബുദ്ധിമോശം, പലരും ബുദ്ധിമോശം കാണിച്ച് ഇറങ്ങിപ്പോയ അവസ്ഥകളുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒരു ബുദ്ധിമോശം കാണിക്കേണ്ട, മഞ്ഞക്കാട് വന്നു, ഇനി നെക്സ്റ്റ് ഉള്ളത് റെഡ് കാർഡാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു അഭിഷേക് എന്തുകൊണ്ട് ആ ഫയർ പിന്നെയും പിടിച്ചില്ല? എനിക്ക് തുടക്കത്തെ സാധനം പിന്നെയും പിടിക്കാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് റെഡ് കാർഡ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരെ ഇറങ്ങി പോകാന്നുള്ളത്. എനിക്ക് ഫേക്ക് ആയിട്ട് നിന്ന് കിട്ടുന്ന 5 വോട്ടിനേക്കാൾ എനിക്കിഷ്ടം എനിക്ക് എൻ്റെ സ്വഭാവം കണ്ടിട്ട് കിട്ടുന്ന 2 വോട്ടാണ്. എൻ്റെ ഇൻ്റർവ്യൂസ് അത് എന്നും സത്യമുള്ളതായിരിക്കും. എൻ്റെ ക്വസ്റ്റ്യനിൽ ഐ ഹാവ് നോ അറ്റാച്ച്മെൻറ്റ്, നോ ഡ്രാമ, നോ സെൻറ്റിമെൻറ്റ്സ്. യെസ്, ബിഹൈൻഡ് വുഡ്സ് ഐസ് പ്രസൻസ് എന്തോ ആയിക്കോട്ടെ. ഈ ഒരു ഇൻ്റർവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം അബി. എങ്ങനെയുണ്ട് വീണ്ടും ആ മെഴുകുതിരിയിലേക്ക് ഞാൻ കൊണ്ടുപോയപ്പോൾ? എനിക്ക് തുടക്കം പോയൊരു ഫീലുണ്ട്. ആദ്യം മറ്റേ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ അവര് പ്രോമോ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കി മെഴുകുതിരിയും സാധനങ്ങളായിട്ടൊക്കെ വരുന്നു. ഞാൻ വിചാരിച്ച എല്ലാവർക്കും ഇത് തന്നെയായിരിക്കുന്നു. നോക്കിയപ്പോൾ ഞാൻ ഊതി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ എയറില്. നീ വിചാരിച്ച എല്ലാവർക്കും ആ മെഴുകുതിരി കൊടുത്തു? അല്ല, എനിക്ക് വിചാരിച്ച എല്ലാവർക്കും ഡിഫറെന്റ് എന്തെങ്കിലും സാധനം കാണുമെന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് പിടിച്ചിരിക്കുന്ന തീം ഇതാന്നാ ഞാൻ വിചാരിച്ചത്. ഡാർക്കായിട്ട് ഡാർക്ക് തീം. സത്യമായിട്ട് അബി പുറത്തേക്ക് വന്നപ്പം ഏറ്റവും കൂടുതൽ മെഴുകുതിരി ബ്രാൻഡുകൾ അബിനെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഞാൻ കേട്ടു. ഒന്നുമില്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ മെഴുകുതിരി ഇപ്പോഴാ കാണുന്നത്. മെഴുകുതിരി ഒരു ട്രോമയായി അബിക്ക്? ഇല്ല, ട്രോമയായിട്ടില്ല. എന്നാലും ആ കത്തിച്ചവൻ എന്നെ, ആ ചെയ്യിപ്പിച്ചവനെ ഞാൻ അവിടെ. അതെങ്ങനെയായിരുന്നു? ആരായിരുന്നു ഐഡിയ കൊണ്ടുവന്നത്? അത് ഏഷ്യാനിൽ ഈ പ്രോമോ ഷൂട്ട് ചെയ്യാൻ വന്നൊരു ടീം ഉണ്ടായിരുന്നു. അവര് കൊണ്ടുവന്നിട്ട് ഏത് സാധനമൊക്കെ സെറ്റ് ചെയ്ത് ഊതാൻ പറഞ്ഞു. ഊതി അതിന്റെ മുന്നത്തെ ഡയലോഗ് എന്തായിരുന്നു ഒന്ന് പറഞ്ഞു കേക്കട്ടെ. അത് ആ സീരിയസ്നെസ്സിൽ പറഞ്ഞട്ടാ. എന്നാ പറ കേക്കട്ടെ. എനിക്ക് പറ്റും തോന്നുന്നില്ല. ഇല്ല അവിടെ സീരിയസ് പറഞ്ഞല്ലോ. ഇവിടെ അവിടെ ഞാനിതൊന്നും ചിന്തിക്കുന്നില്ല. ഇത് ഏറെ കയറുന്നത് ഞാൻ വിചാരിച്ചോ. നമ്മളെ വില്ലനിസം ആൾക്കാർ കണ്ടി ഞെട്ടുന്ന വിചാരിച്ചു. പക്ഷെ ഞെട്ടി വേറെ രീതിയിലാണ്. ഇല്ല, പറ, അത് മാത്രം പറ പ്ലീസ്. എനിക്ക് പറ്റണില്ല. അതെ, എന്റെ തീരുമാനങ്ങൾ എന്താണ്? എന്റെ നിലപാടുകൾ അത് ശക്തമാണ്. ബാക്കി മറന്നുപോയി. I have no attachment. I have no feelings, no attachments, no drama. പിന്നെ ബിഗ് ബോസിൽ വന്നിട്ടാണ് ഞാൻ അബീനെ മീറ്റ് ചെയ്യുന്നതും ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നതും. അപ്പം അബീനെ പറ്റിയിട്ട് പുറത്ത് കുറേ കാര്യങ്ങൾ ആൾക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പേഴ്സണലി അബീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു മെഴുകുതിരി അല്ലാതെ ബിഗ് ബോസിൽ വേറെ കുറേ ബ്രാൻഡുകളുടെ തന്നെ ഒരു മുഖമുദ്ര അബിയാണെന്ന് ഞാൻ പറയും. ഒന്ന് ആ ഷൂ, രണ്ടാമത്തത് ആ ഡമ്പലിട്ട മാല. എടാ, ഇതിനൊക്കെ ഫാൻസ് ഉണ്ട്. ആ ഷൂ എങ്ങനെ കിട്ടി? ആ ഡമ്പലിട്ട മാല, ഇതിനൊക്കെ പിന്നിലെ കഥ പറ. ഈ ഡമ്പല് ഞാൻ 2015 ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയ സമയത്ത് ഞാൻ വാങ്ങിയത്. അന്ന് എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. അന്ന് നമ്മൾ ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ അങ്ങനെ വലുതായിട്ട് വരുന്നുണ്ട്. അന്ന് ആമസോണിലും കണ്ടാ തോന്നുന്നു ഞാൻ വാങ്ങിയത്. അന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അത് കിട്ടാനില്ല. അപ്പൊ ഞാൻ ഏതൊരു നമ്മൾ ഈ മോട്ടിവേഷൻ കൂടാൻ വേണ്ടി യൂട്യൂബിൽ ഈ ബോഡി ബിൽഡേഴ്സിന്റെ വീഡിയോസ് ആണ്. അപ്പോൾ ഒരു തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ എനിക്ക് അന്ന് ഞാൻ അരിച്ച് പെറുകിട്ട് ഒരെണ്ണം കണ്ട് അന്ന് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇഷ്ടം പോലെ കിട്ടും, പല ടൈപ്പ്, പല മോഡൽസ്, പല മെറ്റീരിയലിന്റെ കിട്ടും.
അന്ന് ഈ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ. അന്ന് ഞാൻ പൈസ ശേഖരിച്ച് വെച്ച് അത് ഓൺലൈനിൽ മേടിച്ച് ക്യാഷ് ഓൺ ഡെലിവറി കണ്ടെന്ന് വെച്ച് കൊടുത്ത് അങ്ങനെ മേടിച്ച് വെച്ചതാ. അന്ന് തൊട്ട് ഇന്ന് വരെ ഇതെന്റെ കഴുത്ത കിടപ്പുണ്ട്, ഞാൻ മാറ്റാറില്ല. ഇന്നേ വരെ മാറ്റിയിട്ടില്ല, കുളിക്കുമ്പോ പോലും ഉരി വെച്ചിട്ടില്ല. ഇല്ല, ഇത് സിൽവറാ, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ, അപ്പൊ രണ്ടും തുരുമ്പിക്കൂലല്ലോ. എത്ര അതിന്റെ പൈസ എത്രയായി? അന്ന് എത്ര 600 രൂപ. 600 രൂപ. അപ്പം അഭിഷേകിന്റെ ഫാൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ആ നമ്പറിട്ട മാല എത്രയാണെന്ന് പറഞ്ഞാൽ ഇനി അതൊരു 10 ലക്ഷത്തിന് വിൽക്കുമോ? അല്ല, ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ വേർത്ത് കൂടും, അങ്ങനെയാണ് പറയണത്. വേണ്ട, അല്ല എന്നാലും ഫാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അബി ഒറ്റ ഷൂ മാത്രം അവിടെ ഇടാറുണ്ടായിരുന്നല്ലോ, പിന്നെ അച്ഛൻ വന്നതിന് ശേഷമാണ് ഷൂ മാറ്റി തുടങ്ങിയത്. എന്തുകൊണ്ട്? ഞാൻ മേടിച്ചോണ്ട് വന്ന് 2-3 ഷൂ ഞാൻ വീട്ടിൽ നിന്നൊന്നും അയക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഡ്രസ്സേ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു, 2-3 ഷൂസേ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു. ഞാൻ വീട്ടിൽ ബുദ്ധിമുട്ട് ആക്കണ്ട, വീട്ടുകാർക്ക് പൈസ ബുദ്ധിമുട്ടൊന്നും ആക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഒന്നും അയക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ ഇട്ട ഡ്രസ്സിൽ തന്നെ ഇട്ട ഷൂവിൽ തന്നെ കാണാൻ തുടങ്ങിയപ്പോൾ വീട്ടുകാർ എന്നെ എവിടത്തൊക്കെയോ മേടിച്ച് അയക്കാൻ. അല്ല, ബബിയുടെ മൈൻഡിലുണ്ടായിരുന്നോ ഞാൻ ഇത്രയും ദിവസം മാത്രം അവിടെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അധികം ദിവസം ഒന്നും നിൽക്കണ്ടാവില്ല? അങ്ങനൊന്നും. പിന്നെ എന്തെങ്കിലും ഡ്രസ്സ് കുറച്ച് കൊടുന്ന് ഞാൻ സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നത്, അപ്പൊ കുഴപ്പമില്ല. സാധാരണക്കാര് ഡെയിലി ഓരോ ഷർട്ടല്ല ഇടുന്നത്. ഒരു ഷർട്ട് തേഞ്ഞ് മാഞ്ഞ് മറ്റേ ഇതായി പോകുന്നത്, നരച്ചു പോകുന്നവരും ഞാനതില്ല. അല്ലാണ്ട് അത് മടിയല്ല. ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു അബി നല്ല ഇതിൽ ഷർട്ട് ഇട്, അവനെ കൂടി ടീഷർട്ടൊക്കെ ഇടിപ്പിച്ചു, അവനൊന്നും പറ്റില്ല. അല്ല, എനിക്ക് ഇതൊക്കെ കംഫർട്ടബിൾ. ഞാൻ പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് 2 ടീഷർട്ട് വാങ്ങി തരാന്ന്. ഇതുവരെ വാങ്ങി തന്നിട്ടില്ല. ഈ ബിഗ് ബോസ് പറഞ്ഞിട്ട് 4-5 ദിവസമായി 2 ടീഷർട്ട് വാങ്ങി തരാന്നുണ്ട്. നാളെ നമ്മൾ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ടീഷർട്ടിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു വലിയ ടീഷർട്ട് കഥ എനിക്ക് ഓർമ്മ വരുന്നത്. 2 ജെൻഡർ സ്ക്വാഡ് എന്ന് പറഞ്ഞ ടീഷർട്ട്. ഓക്കെ, അപ്പം അബി ഉള്ളിലേക്ക് കയറുമ്പോൾ മറ്റേ 2 ജെൻഡർ സ്ക്വാഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് കയറി പോകുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് ആദ്യമേ ഒരു LGBTQ പ്രശ്നങ്ങൾ വരുന്നു. അതിനുശേഷം നമ്മൾ കാണുന്ന അബി എന്ന് പറയുന്നത് എല്ലാവരും ഈക്വലി ട്രീറ്റ് ചെയ്യുന്ന, എല്ലാവരോടും ഈക്വലി തമാശ പറയുന്ന, മിങ്കിൾ ചെയ്യുന്ന അബീനെയാണ്. അപ്പം ഒരുപാട് പേര് പറഞ്ഞു ഇത് ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് അവൻ അഭിനയിക്കുന്നതാണ്, അവൻ ഇങ്ങനെയല്ല. ചില ആൾക്കാർ പറഞ്ഞു ഇത് അവൻ ഇങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ അബീനെ ഇപ്പം നേരിട്ട് കണ്ടിട്ട് ഞാൻ ഇപ്പം ചോദിക്കുകയാണ്, എന്താണ് അപ്പം അബി? നിങ്ങൾ ആ കണ്ടത് തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല. എൻ്റെ ഐഡിയോളജിയിലെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പം നമ്മൾ ബിഗ് ബോസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കയറുമ്പോഴും അവർ നമ്മളോടൊരു വാർണിംഗ് തന്നു കഴിഞ്ഞാൽ നമ്മളത് റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ അവർ അഭിഷേക് ഇനി ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് റെസ്പെക്ട് ചെയ്യുക. കാരണം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എല്ലാവർക്കും കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടി, ഇനി ഞാനതൊരു ബുദ്ധിമോശം, പലരും ബുദ്ധിമോശം കാണിച്ച് ഇറങ്ങിപ്പോയ അവസ്ഥകളുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒരു ബുദ്ധിമോശം കാണിക്കേണ്ട, മഞ്ഞക്കാർഡ് ഒന്നും, ഇനി നെക്സ്റ്റ് ഉള്ളത് റെഡ് കാർഡാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു അഭിഷേക് എന്തുകൊണ്ട് ആ ഫയർ പിന്നെയും പിടിച്ചില്ല? എനിക്ക് തുടക്കത്തെ സാധനം പിന്നെയും പിടിക്കാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് റെഡ് കാർഡ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരെ ഇറങ്ങി പോകാന്നുള്ളത്. ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, ഞാനും ഒരുപാട് ആഗ്രഹിച്ചതാണ്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ച് പുറത്ത് പോകണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഓക്കെ, അവർ പറഞ്ഞത് ഇന്നൊരു സാധനം കട്ട് ചെയ്യാനാണ്, അത് ഞാൻ കട്ട് ചെയ്തു. ബാക്കി എന്താണോ പുറത്ത് അത് തന്നെയാണ് ഞാൻ അകത്തും ഉണ്ടായിരുന്നത്. അതിനകത്ത് ഒരു വ്യത്യാസമില്ല. ഞാൻ എപ്പോഴും അവിടെയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫേക്കായിട്ട് നിന്ന് കിട്ടുന്ന 5 വോട്ടിനേക്കാൾ എനിക്കിഷ്ടം എനിക്ക് എൻ്റെ സ്വഭാവം കണ്ടിട്ട് കിട്ടുന്ന 2 വോട്ടാണ്. അതെനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ അതിനാണ് ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പൊ റീസെന്റ് അബീനെ ട്രോളുന്നതാണെങ്കിലും എന്താണെങ്കിലും കൂടുതൽ പറയുന്നത് അവിടെ പാത്രം കഴുകുന്നു, പണിയെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ഇത്രയും വലിയ പുരോഗമനം സംസാരിക്കുന്ന ആൾക്കാർ പോലും എന്താ പറയാ, ഒരു ആൺ പാത്രം കഴുകുന്നതും ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അപ്പൊ ഇത് 2 തരത്തിലും ഇതിങ്ങനെ സംസാരിക്കുമ്പോൾ അബിക്ക് എന്താ ഫീൽ ചെയ്തത്? അല്ല, അവരുടെ സ്റ്റാൻഡേർഡ്സ് കാണിക്കുന്നത്, നമ്മളതിൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മളിപ്പം കാലം മാറിയതനുസരിച്ച് പെണ്ണുങ്ങൾ മാത്രം അടുക്കള ജോലി ചെയ്യുക അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒന്നും എനിക്കില്ല. അപ്പം ഇവർ മറ്റേ ഇതൊക്കെ പറയുമ്പം എന്നെ അടിച്ചു താക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇതൊക്കെയാണ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒന്നും ഇല്ല. ഞാൻ ജോലി ചെയ്യാറുണ്ട്, എൻ്റെ വീട്ടിൽ ഞാൻ വല്ലതും ചെയ്യാറില്ല, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. പക്ഷെ ഞാൻ അവിടെ വന്നു വാരിത്തരാറൊന്നുമില്ല, കുഴച്ച് തരാറുണ്ട്. അത് അമ്മൂമ്മ തരുന്ന ചോറ് കറി വെച്ച് കുഴച്ച് മോനെ കഴിക്കുന്ന കയ്യിൽ കൊടുക്കാം. അത് അമ്മൂമ്മ അങ്ങനെ തരുന്നത്, അത് അമ്മൂമ്മയുടെ സ്നേഹം. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മൂമ്മ ഇപ്പഴും എന്നെ ഒരു ചെറിയ പയ്യനായിട്ടാണ് കാണുന്നത്. വേണമെങ്കിൽ ഇപ്പൊ വന്ന് എന്നെ കുളിപ്പിക്കും, അത് വരെ ചെയ്യും. അത് ഞാൻ ചെയ്യാതെ പിടിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. നീ തുറക്കും, നിനക്ക് തേച്ചൊരച്ച് അത് കുളിപ്പിക്കേണ്ടതൊക്കെ പറയും. ഞാൻ സമ്മതിക്കത്തില്ല, ഇത് ഇത്ര പ്രായം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പം ഫുഡൊക്കെ ഇപ്പോഴും ഇളകി തന്നെ, അത് എന്ത് പറഞ്ഞാലും കേൾക്കൂല. ഞാൻ എപ്പോഴും വിളമ്പിക്കോളാം എന്ന് പറഞ്ഞാൽ കേൾക്കൂല. അപ്പൊ അങ്ങനത്തെ ഒക്കെ കാര്യം കൊണ്ട്. പക്ഷെ എന്നാലും ഞാൻ ജോലി ഇപ്പം ചെയ്യിപ്പിക്കാത്തതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ചീത്ത പറയും, ചെയ്ത് പഠിക്കണം എന്ന് പറയും. പക്ഷെ ചെല്ലുമ്പോഴത്തേക്ക് എന്നെ ഓടിച്ചു വിടും, എന്തെങ്കിലും പറഞ്ഞ് ചീത്തയും പറഞ്ഞ് എന്നെ ഓടിച്ചു വിടും. പക്ഷെ ബിഗ് ബോസിൽ പോയപ്പോൾ എനിക്കൊരു വ്യത്യാസം എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരും ചെയ്തേ പറ്റൂ. അപ്പം ഞാനത് ചെയ്യാൻ റെഡിയാണ്. ഞാനിപ്പോൾ അവിടെ ബാത്റൂം കഴുകാൻ പറഞ്ഞാലും ഞാൻ ചെയ്യും, തറ ചെയ്യാൻ പറഞ്ഞാലും ചെയ്യും. അത് രാവിലെ എഴുന്നേറ്റ് ഞാൻ കുളിച്ച് റെഡിയായി വന്നിട്ടാണ് ഞാൻ തൂക്കുന്നത്. അതൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ പാത്രം എത്ര വേണം, ഇപ്പം നീയൊക്കെ ഉള്ള പറയാം, പാത്രം നിന്ന് ഞാൻ കഴുകാറുണ്ട്.
ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പം അത് പെൺകുട്ടികൾ മാത്രം ചെയ്യണമെന്നല്ല, അത് നമുക്കും ചെയ്യാൻ പറ്റും. ഞാനും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അത് നമ്മൾ അത്ര വലിയ കാര്യമാക്കി പറയേണ്ട അത് കാര്യമാക്കി പറയണ്ട, അതൊരു നെഗറ്റീവ് അല്ല, അതൊരു പോസിറ്റീവാണ്. അതൊരു പറഞ്ഞ ഞാൻ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരാൾ വന്നിട്ട് എന്താ മെയിൽ ഷോവിനിസം കാണിക്കുന്നു എന്നൊക്കെ ആരും പറയത്തില്ലല്ലോ. ഞാൻ വന്നിട്ട് ഞാൻ മാന്യമായിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്റെ ഐഡിയോളജിയിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പക്കയാണെന്നുള്ളത് അത് അവർക്ക് തന്നെ മനസ്സിലായി. അപ്പൊ അവര് നെഗറ്റീവായിട്ട് ഷോ കാണിക്കുന്ന കാര്യമൊന്നുമില്ല. അവരുടെ ചിന്താഗതി അതായിരിക്കും, അവരുടെ ചിന്താഗതി അതുകൊണ്ടായിരിക്കും അവരങ്ങനെയൊക്കെ പറയുന്നത്. അത് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകും. നമ്മള് ബിഗ് ബോസിൽ നമ്മൾ പലതരം കോംബോസ് കണ്ടിട്ടുണ്ട്. എന്താ പറയാ, ചിലർ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, ചിലർ ബ്രദർ സിസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രദർ ആയിരിക്കും. അങ്ങനെ കുറെ കോംബോ ഉണ്ട്. പക്ഷെ അബിക്ക് ഉണ്ടായിരുന്ന ഒരു കോംബോ ഇതുവരെ ബിഗ് ബോസിൽ ആരും കണ്ടിട്ടില്ല. ഈ കോംബോ ഇല്ലല്ലോ. അത് അബിക്ക് ഉണ്ടായിരുന്ന ഒരു കോംബോ ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിലെ വേറെ ആരും ചെയ്തിട്ടില്ല. നീയും ബീൻ ബാഗും തമ്മിലുള്ള കോംബോ. ഇരിക്കാനാ ഞാൻ അവിടെ കിടന്ന് എന്ത് ചെയ്യാനാ? അവിടെ ഇരിക്കുക അല്ലാതെ നടക്കുക, അത്രല്ലേ ഉള്ളൂ. അല്ല, ബീൻ ബാഗിനെ സ്നേഹിച്ചർ എന്ന് വരെ ടാഗ് ലൈൻ. കുഴപ്പമൊന്നുമില്ല, എന്താ കുഴപ്പം? എന്താണ് ആ ബീൻ ബാഗിന് ഇത്ര ഇരിക്കണേ? അത് ആരിരുന്നാലും നല്ല സുഖം. ലാസ്റ്റ് നീ കണ്ടാണല്ലോ, ബീൻ ബാഗിന് വേണ്ടി അവിടെ അടിയാ എല്ലാവരും, നീ സഹിതം അടിയാ. പിന്നെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പോയി പിടിച്ചെടുത്തോണ്ട് ഞാൻ കൊണ്ടുവെക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഇരിക്കും. അപ്പൊ നല്ല സുഖമല്ലേ ഇരിക്കാൻ? അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. ഇരുന്ന് പോവാ. എന്ത് ചെയ്യാൻ, നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ വന്നിട്ട് പറഞ്ഞാ നീ ആ മഞ്ഞ സാധനത്തിലല്ലേ ഇരിക്കണേന്ന്. എനിക്ക് ഇഷ്ടമുള്ളല്ലേ ചെയ്യാൻ. ഒരു ബീൻ ബാഗ് വീട്ടിലേക്ക് വാങ്ങുന്നുണ്ടെന്ന് കേട്ടു, സത്യമാണോ? ഞാൻ വാങ്ങുന്നുണ്ട്. അത് മഞ്ഞ കളർ തന്നെയാണ്. മഞ്ഞ കളറ് ബീൻ ബാഗ് വാങ്ങിയിട്ട് അതിലെന്നെ ഇരിക്കുവോ? ഇരിക്കും. എന്നിട്ട് ഞാൻ ഇനി തൊട്ട് അതിനകത്ത് യൂട്യൂബ് വീഡിയോ ഇടും. ഇനി എന്റെ പ്ലാൻ അത്, എന്റെ ചാനൽ ഇനി എല്ലാം ഇനി അങ്ങനത്തെ ആയിരിക്കും വരുന്നത്. മഞ്ഞ ബീൻ ബാഗ് ഇരുന്നുള്ള വീഡിയോ ഇത് ട്രെൻഡ് ആക്കും. ഇപ്പൊ മറ്റേ 2 ജെൻഡർ സ്ക്വാഡിലെ അവന്മാർ ഇപ്പം എന്റെ പേരിൽ ബീൻ ബാഗ് ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. 2 ജെൻഡർ ബീൻ ബാഗ് അവരതൊക്കെ പറഞ്ഞോണ്ടിരിപ്പുണ്ട്. കളിയാക്കുന്ന ചെയ്ത കോമഡി ആയിരിക്കും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം അതിനകത്ത് ഇത് കുറച്ച് സീരിയസ് ആട്ടോ. അതായത് അതിനകത്ത് അബി വന്നിട്ട് സംസാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഏതൊരു മനുഷ്യനാണെങ്കിലും, ഏതൊരു ട്രാൻസ്ജെൻഡർ ആരും ആയിക്കോട്ടെ, നമുക്കത് പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളല്ലാതെ കുറെ പരിപാടികൾ ചെയ്യുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് പുറത്ത് എത്തിയിട്ടും പുറത്ത് ആൾക്കാർക്ക് മനസ്സിലായിട്ടും വീണ്ടും കുത്തി പിന്നെയും വേറെ രീതിയിലേക്ക് അത് കൊണ്ടുപോകുന്ന പോലെ തോന്നി. അതൊക്കെ അവരുടെ അജണ്ടയാണ്. അവരുടെ അജണ്ട ഇപ്പൊ അയ്യോ ഇത് എന്റെ അജണ്ട ഇത് തന്നെയാണെന്ന് അവർ അക്സെപ്റ്റ് ചെയ്ത നാട്ടുകാരെ നടി കിട്ടും. അപ്പൊ എന്താ ചെയ്യുക, അവർ ഈ രീതിയിൽ അയ്യോ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞ് പോവാന്നുള്ളത്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെപ്പോലെ ഇപ്പൊ ഒരുപാട് പേര്, എനിക്ക് കമന്റ് ബോക്സിലൊക്കെ കുറെ പേര് വന്നിട്ടുണ്ട്. അവര് ഞാൻ പറഞ്ഞതിന് ശേഷമാണ് ഇതാണല്ലോ എന്ന് മനസ്സിലാക്കി വന്നിരിക്കുന്നത്. അപ്പം അതിൽ ഞാൻ ഹാപ്പിയാണ്. ആൾക്കാർ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ ഞാൻ ഇത് വന്ന് പറഞ്ഞതിന് ശേഷം ആൾക്കാർ കുറച്ചുകൂടെ. ഇന്നലെ ഞാൻ ലുലു മോളിൽ പോയി, ഒരാൾ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ജസ്റ്റ് കയറി. ഞാൻ ഒരു വന്ന് പെട്ടെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇത് നിന്റെ നിലപാടിനാന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോയി. ഞാൻ ഇപ്പൊ എന്റെ അനിയന് നിൽക്കുന്നുണ്ട്, അനിയന് ഞാൻ കിളി പോയി നിൽക്കും. ഇപ്പൊ ബാക്കിയുള്ളവർ വന്നിട്ട് ഹാൻഡ് ഷേക്ക് വന്നിട്ട് ഹായ് ഹലോ അഭിഷേക് എന്നൊക്കെ. ഇതൊന്നുമില്ല. ആണോ വന്നത്? ആടോ അത് കെട്ടിപ്പിടിച്ച ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇത് നിന്റെ നിലപാടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ അനിയനും നോക്കി നിൽക്കുന്നത്. ഇതെന്തോ അവൻ പറഞ്ഞിട്ട് ഒരു പോക്കങ്ങ് പോയി. അപ്പം ആൾക്കാർക്കും എല്ലാം മനസ്സിലാകുന്നുണ്ട്. ആൾക്കാർ ഇതുണ്ട്. ഇപ്പം എന്നെ പോലെ തുറന്നു പറയാൻ പേടിയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ തുറന്നു പറയുന്നുണ്ട്. അപ്പൊ ഞാൻ തുറന്നു പറഞ്ഞാലും അപ്പൊ എന്നെ ഒരുമാതിരി മറ്റേ വിയറ്റ്നാം കോളനിയിലെ റാവുത്തറിനെ പോലെ എല്ലാവരും കാണുന്നത്. പക്ഷെ ബിഗ് ബോസ് വന്നപ്പം എല്ലാവർക്കും മനസ്സിലായി അതല്ല, നമ്മൾ സാധാരണക്കാർക്കും ഈ രീതി ചിന്തിക്കാന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. ഇതൊരു പാവം പയ്യൻ, ഞങ്ങൾ അവനെ പിന്നെ വിളിക്കാറ് അമ്പൂറ്റി കൊച്ചെന്നാണ്. അമ്പൂറ്റിയാണ്. അതെങ്ങനെയാ പേര് വന്ന അബി? അതല്ല, രാവണ പ്രഭുവിലെ ഡയലോഗ് പറഞ്ഞു അതോടെ. അതും പിന്നെ എന്റെ പെൺകുട്ടി, എനിക്ക് ലൈഫിൽ കിട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ കൺസെപ്റ്റ്. അത് പറ അബിക്ക് ലൈഫിൽ കിട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ അബിയുടെ ആഗ്രഹത്തിനൊത്ത ഒരു പെൺകുട്ടി. ഫീച്ചേഴ്സ് ആദ്യം പറയണം, പിന്നെ സ്വഭാവം പറയണം കേട്ടോ. അയ്യോ എനിക്ക് അങ്ങനെ ഇതൊന്നും ഇല്ല. അല്ല ഇപ്പൊ എന്തുവാ, അല്ലേലും എനിക്ക് ചെയ്തപ്പോ എന്റെ അനിയത്തിനെ ഞാൻ ആലോചിച്ചൊന്നും പറഞ്ഞേ. അതിവിടെ തീരട്ടെ. അബി പറയൂ, എന്തായാലും എന്റെ അനിയത്തിന് ഫീച്ചേഴ്സ് പറഞ്ഞു അത് പറയാം. വേണ്ട, നീ നിന്റെ ഇഷ്ടമുള്ള പേര് പറ. ഒന്നുമില്ല, എനിക്ക് എപ്പോഴും ഞാൻ അതിനകത്താണെങ്കിലും പറഞ്ഞിട്ടുള്ള എനിക്ക് മുടി ഭയങ്കര ക്രേസ് ആണ്. ഹെയർ അതാണ് എപ്പോഴും നീളമുടി എനിക്ക് ഭയങ്കര ക്രേസ് ആണ്. അത് വിൽക്കാറുള്ള ബോയ്സിനുള്ളതാണ്. നീളമുടി കൊച്ചുണ്ടായിരുന്നു, ഞാൻ മൈൻഡ് ചെയ്തില്ല. അയ്യോ ആ കൊച്ചല്ല, ഇടയിലൊരു ഗസ്റ്റ് വന്നായിരുന്നു സാരിയൊക്കെ എടുത്തിട്ട്. സീരിയലിന്റെ അതെന്തോ സീരിയൽ ആക്ട്രസിനൊക്കെ ഒന്നുമില്ല ഉണ്ട്. കുട്ടി വീട്ടില് എന്താ പറയാ ആരൊക്കെ ഉണ്ട്? കുട്ടി ഒരു ഹസ്ബൻഡിന് കൊച്ചുണ്ട്. അപ്പൊ ഓക്കെ, അത് ഞാൻ ട്രോൾ രീതിയിൽ ചെയ്തത്, അല്ലാതെ
അപ്പൊ അത് എനിക്ക് ക്രേസ് ആണ്. പിന്നെ എനിക്ക് കവിള് ക്രേസ് ആണ്. കവിള് വേണം. ആ കവിളുള്ളത് എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ. പിന്നെന്തോ പിന്നെ ബാക്കിയൊക്കെ നമ്മൾ കാണുന്ന കണ്ണെങ്ങനെ അങ്ങനൊന്നും ഇല്ല. എനിക്ക് എക്സ്പ്രസീവ് ആയിരിക്കണം അങ്ങനൊന്നും എനിക്കറിയത്തില്ല. അതോ നിന്നെ പോലെ ഡാർക്ക് സർക്കിൾസ് ഡാർക്ക് സർക്കിൾസ് ഇരുന്നോട്ടെ. ഇവര് ഡാർക്ക് സർക്കിൾസ് ഇഷ്ടം ദിഗംബരനെ പോലെ കാണണം. അപ്പൊ കാണുമ്പോ ഒരു ക്രൂരത വില്ലൻ ലുക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് വില്ലൻസ് ആയിരിക്കട്ടെ. വില്ലൻ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞേ. വില്ലൻ ലുക്ക് ഒക്കെ ഉണ്ട്. അവിടെ പോയി പറഞ്ഞതൊന്ന് ചെയ്തതൊന്ന് വന്നതൊന്ന്. ഓക്കെ. സ്വഭാവം എങ്ങനെയായിരിക്കണം കുട്ടിയുടെ? സ്വഭാവം കെയറിങ് ആയിരിക്കണം. അത് പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ പുരോഗമന ചിന്താഗതിക്കാര് ഈ കളിയാക്കുന്ന പോലെ ഒന്നുമല്ല. എല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്യുക, എല്ലാ ജോബ്സും ഇപ്പൊ വീട്ടിലൊരു കാര്യം എന്ന് പറയുമ്പോൾ അത് രണ്ടുപേരും കൂടി ഇനിഷ്യേറ്റ് ചെയ്ത് ചെയ്യുക. ഏർണിങ്സ് ആണേലും എന്താണേലും അങ്ങനത്തെ ചിന്താഗതി. അല്ലാതെ വൈഫ് അടുക്കളയിൽ മാത്രം നിൽക്കുക ആ ഒരു ചിന്താഗതി ഒന്നുമില്ല. മറ്റൊരു കളിയാക്കാനുള്ളത് കളിയാക്കും. പക്ഷെ ഞാനിത് ചെയ്യുന്ന ആൾക്കാർ ഈക്വൽ ഷെയർ ചെയ്യുക, അങ്ങനത്തെ ആളാണ്. അതാണ് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഗൈസ്. അപ്പം അബിനെ ചോദിക്കട്ടെ, അബി എത്ര പ്രപ്പോസൽസ് വന്നു DM-ല്? ഇപ്പൊ കൊറേ വന്നു, ഇന്നും വന്നു, വരുന്നുണ്ട്. ലാസ്റ്റ് DM വായിച്ചേ എത്ര വേണം നിനക്ക്? എത്ര എണ്ണം വേണം? ആദ്യം ലവ് ലെറ്റർ വായിക്കണോ? വായിക്കാം. ഡിയർ അബി, ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ യു ഐ love you so much. I don't know when this happened or even why. I wanted to tell you some of my favorite things about you. Your smile, your look, your personality, your speech that attract me to you the most. I had messaged you when you were in Big Boss. I was so happy to see you on Big Boss. You have something special that was not seen on anyone else, and there you are, a good gamer and more than that of a good person. I don't want to say that I am your big fan. I want to say that I am a girl who loves you a lot. You are in my dreams every day. You are the one who deserves to be the winner of the Big Boss. But whether you are the winner or not, you are the winner in front of me. I want to meet you. I don't know how to express my feelings for you inside me. All the very best, Abhi. You will get the result for the effort that you have put on for so long. You will become an actor as your dream. I'm very much looking forward to seeing you. I love you so much, Abhi. അത് ലവ് ലെറ്റർ വന്നത്. പിന്നെ ഇന്ന് കുറെ വന്നത് ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഇത് നിന്നെ ഞാൻ പിന്നെ കാണിക്കാം, കുറെ ഉണ്ട്. നാളെ കാണുമ്പോൾ ഞാൻ കാണിക്കാം. അതല്ല, ഈ DM വരുന്ന ഞാനൊരു കരക്കമ്പി കേട്ടു. അതായത് എൻ്റെ അനിയത്തിനെ ഞാനിങ്ങനെ പറഞ്ഞ ചെറിയൊരു വീഡിയോന് വേണ്ടിയിട്ട് എൻ്റെ അനിയത്തിക്ക് ഒരു സൈബർ അറ്റാക്ക് വരെ ഉണ്ടായി. അബീസ് ഗേൾസ് ഫാൻസ്. അതറിഞ്ഞായിരുന്നു അബി? ഞാൻ അതറിഞ്ഞില്ല. ഇങ്ങനെ ആൾക്കാർ 1-2 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് വേണ്ടെന്നുള്ളത്. എന്ത് വേണ്ടെന്ന് എൻ്റെ അനിയത്തിനെ കല്യാണം കഴിക്കണ്ടത് നോക്കണ്ടെന്നുള്ളത് അത് ഞാൻ കണ്ടു. 1-2 മെസ്സേജ് ഞാൻ കണ്ടു. ഓക്കെ, നന്നായി. ഓക്കെ, ഇത്രയും ഫാൻസ്, ഇത്രയും ഗേൾസ് ആൾക്കാരോട് എന്താണ് അബിക്ക് പറയാനുള്ളത്? അറ്റ്ലീസ്റ്റ് ഒരു ഐ ലവ് യു 2 എങ്കിലും അബി പറയണ്ടേ? പിന്നെ ഐ ലവ് യു 2 എല്ലാരോടും. അങ്ങനെ എല്ലാരും കിട്ടാൻ പറ്റൊന്നുമില്ല കേട്ടാ. നേരിട്ട് വന്ന് ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞിട്ടോ ഞാൻ ആരും കാണാനും പോയിട്ടില്ല, പുറത്തേ ഞാൻ ഇറങ്ങിയില്ല. 1-2 വട്ടം ഞാനിപ്പം ലുലുവിലും പിന്നെ ചോറ്റാങ്കി അമ്പലത്തിലും പോയതല്ല, വേറെ എവിടെയും ഞാൻ പോയിട്ടില്ല. പിന്നെ അമൃത ഹോസ്പിറ്റലിൽ ഒരു ആവശ്യത്തിന് പോയി, അവിടെ എല്ലാവരും. ഓക്കെ. പിന്നെ കുറെ അബിയുടെ ഒരു പെർഫോമൻസ് ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് രീതിക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടുണ്ട് അബി. ഈവൻ അവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒട്ടും സ്കാറ്റേർഡ് ആവേണ്ട ഒരു ലൈക്ക് ഒരു ഒതുങ്ങിപ്പോയൊരു ഗ്രാഫ് ഭയങ്കര അബിയുടെയാണെന്ന് ഞാൻ പറയും. അപ്പൊ അതില് ഭയങ്കരമായിട്ട് ജനങ്ങള് കണക്റ്റായി, ഭയങ്കരമായിട്ട് ഒരു കൂട്ടം ജനങ്ങൾ അബീനെ സ്നേഹിച്ചത് ആ ലെറ്ററിലൂടെയാണ്. സീരിയസ്ലി പറയാണ്. ഒരുപാട് പേരെ കണ്ണ് നിറഞ്ഞു, ഒരുപാട് പേര് അവിടെയാണ് അബിക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടാൻ തുടങ്ങിയത്. എങ്ങനെയായിരുന്നു ആ ലെറ്ററിലേക്ക്? എനിക്കറിയുന്ന അബി ഒരു ലെറ്റർ എഴുതാൻ പോകാത്തൊരാളാണ്, എനിക്കറിയാം. എങ്ങനെയാണ് ആ ലെറ്ററിലേക്ക് അബി എത്തിയത്? അപ്പൊ ഇങ്ങനെ ലെറ്ററിന്റെ കാര്യം പറഞ്ഞപ്പം എന്നോട് അപ്പൊ അൻസിബയും ഞാനും ഋഷി, അപ്പൊ ഞങ്ങൾ 3 പേരെ കൂട്ടുകൂടിയിരിക്കുന്നത്. അപ്പം ഇവരെല്ലാവരും എന്തോ എഴുതാം, ഞാൻ എപ്പോഴും ആ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അൻസിബ ചോദിച്ചു നീ എന്തോ എഴുതുന്നു? ഞാൻ പറഞ്ഞു ഹായ് അമ്മ, ഐ മിസ് യു, ലവ് എന്തോ ബൈ, ഇത്രേ ഞാൻ എഴുതുന്നുള്ളൂ, ബാക്കി എന്തിനാ ഞാൻ എഴുതൂല, എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞു ഇല്ല അഭിഷേക് അങ്ങനെയല്ല, നീ ഇത് യൂസ് ചെയ്യണം, ഇതിന് ഇങ്ങനെ ഒരു അവസരം നിനക്ക് പിന്നെ ഒരിക്കലും കിട്ടില്ല, നിനക്ക് ഉള്ളിലുള്ളത് പറ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചിന്തിച്ചു, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാമെന്ന്. ഞാൻ എഴുതൂല എന്ന് പറഞ്ഞാൽ എഴുതൂല, അത്രേ ഉള്ളൂ. ഇപ്പം നീ ഒക്കെ അന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണ് നിറയൂല എന്ന് പറഞ്ഞ പോലെ എഴുതൂല എന്ന് പറഞ്ഞാൽ എഴുതില്ല. പക്ഷെ ഞാൻ അപ്പോഴും എനിക്ക് ഉള്ളിലുണ്ട് എഴുതണം എന്നുണ്ട്. അപ്പം ശരി എന്നാൽ ഇവളും പറഞ്ഞതല്ലേ ഈ ഒരു അവസരം. അപ്പോൾ ഞാൻ ആ ലെറ്ററിലും എഴുതിയിട്ടുണ്ട്, ഈ എഴുതിയതിൽ ഞാൻ പിന്നെ ഖേദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചാൽ ഖേദിക്കുന്നു വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല,
എനിക്ക് ഇത് എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് അയ്യോ ഞാനിത് എഴുതണ്ടായിരുന്നു, എല്ലാവരും എന്നെ ഇങ്ങനെ കാണുന്നു എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ അതും എനിക്ക് പിന്നെ വരുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് എഴുതാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അത് എഴുതുന്നത്. എഴുതിയിട്ട് അപ്പോൾ അൻസിബ എന്നോട് പറഞ്ഞു നീ എഴുതിയോ എന്നൊക്കെ ചോദിച്ചു. എഴുതിയെന്ന് പറഞ്ഞു. എന്നിട്ട് അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് എഴുതാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ ഫ്രണ്ടിനും ബിഗ് ബോസിനും ലാലേട്ടനും ഞാൻ താങ്ക്സ് അമ്മയുടെ ഞാൻ പറഞ്ഞേക്കാം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ആ ലെറ്റർ എഴുതിയപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ അൻസിബ അടുക്കളയിൽ ജോലി കൊണ്ടിരിക്കുക. ഞാൻ നേരെ ഒന്നും അറിയാത്ത പോയിട്ട് അൻസിബ എടുത്തോട്ട് എടി താങ്ക്സ് കേട്ടോ എന്ന് പറഞ്ഞു. മീൻസ് അതിനകത്ത് ഞാൻ എഴുതിയല്ലേ. അപ്പോൾ ഞാൻ വേറൊരു രീതിയിലൊന്നുമല്ല അവിടെ ഞാൻ താങ്ക്സ് പറഞ്ഞു. അവിടെ ഇപ്പോൾ ചിരിച്ചോണ്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അവൾക്കും അറിയത്തില്ല എന്തിനാ താങ്ക്സ് പറഞ്ഞെന്നും അറിയത്തില്ല. ഞാനങ്ങ് താങ്ക്സ് പറഞ്ഞു. പക്ഷേ ഞാൻ താങ്ക്സ് പറയാൻ കാരണം ഞാൻ ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനത് ആത്മാർത്ഥമാണ്, ഞാൻ എല്ലാം ഉള്ളിൽ നിന്ന് എഴുതിയതാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് എഴുതിയപ്പോൾ വന്നൊരു സംഭവം അത്. അപ്പോൾ അതെന്തായാലും ഞാൻ വെട്ടാൻ പോയില്ല. അപ്പോൾ ഫ്രണ്ടിന് അതിനെ താങ്ക്സ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ട് അൻസിബയായിരുന്നു. അൻസിബ എന്നോട് എഴുതാൻ പറഞ്ഞു. അവൾ മോട്ടിവേറ്റ് ചെയ്തു തന്നു. ഓക്കെ, അവളോട് ഞാൻ പോയി താങ്ക്സ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലെറ്റർ വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ലാലേട്ടനോടും ബിഗ് ബോസിനോടും ഞാൻ അവിടെ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവളാണ് എന്നെ ഒന്ന് തിരികെ തന്ന് വിട്ടത്. ബാക്കി അതാണ് ഞാൻ അവിടെ ആദ്യം ഞാനും അബിയാണ് അവിടെ കമ്പനിയാണ്. സോ ഇവൻ എന്താ ഏതാന്നുള്ള സാധനം എനിക്കറിയാം. ഇവന് ഒരു പുഷ് കൊടുത്താൽ അല്ലെങ്കിൽ ഇവന് എന്താണെന്നൊരു 10 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് വല്ലൊരു മോളിച്ച കേൾക്കുമായിരിക്കും കേൾക്കുമായിരിക്കും ആ ഒരു മൂടാ. അപ്പം ആദ്യം നമ്മൾ വയൽക്കാട് കയറിയ സമയത്ത് ഒരു ലൈഫ് സ്റ്റോറി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഭയങ്കര ഫണ്ണായിട്ട് ഒരു കഥ പറഞ്ഞിട്ട് ബിഗ് ബോസ് അവസാനം പറഞ്ഞ് അബി ഇത് സീരിയസ് ആണ് ഈ ടാസ്ക്, ലൈഫ് സ്റ്റോറിയാണ് പറയേണ്ടത്. ഇവൻ ലൈഫ് സ്റ്റോറി പറയാൻ പറഞ്ഞപ്പോൾ മറ്റേ ഇൻസ്റ്റാഗ്രാം അടിച്ചു പോയ കഥയാണ് പറഞ്ഞത്. സോ അപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നില്ല ലൈക്ക് എന്താണ് ലൈഫിൽ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടും ആ ഒരു കഥ പറഞ്ഞപ്പോഴും ആൾക്കാർ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു എന്താ പറയുക അറിഞ്ഞുകൂടാ എന്ത് ഫീലിങ്സാണ് അവർ കടന്നു പോകണമെന്നുള്ളത്. പക്ഷേ അന്നൊരു 3ാം ക്ലാസ്സുകാരൻ ഉണ്ടായിരുന്ന ഒരു പരിപാടി ഇപ്പം 27 ഇയേഴ്സിൽ അല്ലേ 27 ഇയേഴ്സിൽ വന്ന് നിൽക്കുന്നു. ഇപ്പം എത്രത്തോളം ഉണ്ടാ മിസ്സിങ് അമ്മേനെ? മിസ്സിങ് എപ്പോഴും കാണുമല്ലോ. നമ്മളിപ്പോൾ ചുറ്റിനും കാണുമ്പം എല്ലാം ഇപ്പോൾ ഞാൻ ഇപ്പം ലുലു പോയപ്പോഴും പല അമ്മമാരും വന്നു. അപ്പോഴും നമ്മൾ മിസ് ചെയ്യും. എല്ലാ സിറ്റുവേഷനിലും നമ്മൾ എന്ത് കാര്യം വന്നാലും നമ്മൾ മിസ് ചെയ്യും. അതിനകത്ത് ഇപ്പം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നോക്കിയാൽ മതി, അമ്മമാരുടെ ഒരു കൈ എപ്പോഴും ഉണ്ട്. അതില്ലാത്ത ഒരു ലൈഫ് നമുക്കില്ല, അത് ആരാണേലും. അപ്പോൾ അത് ഇല്ലാതാകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു മിസ്സിങ് ഉണ്ടാവും. നമുക്ക് വോയിഡ് ഫീൽ ചെയ്യും. നമുക്ക് എപ്പോഴും അതെപ്പോഴും ഉണ്ട്. വോയിഡ് എപ്പോഴും ആ വാക്യൂം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അതെപ്പോഴും ഉണ്ട്. അതെപ്പോഴും അത് ഞാൻ യൂസ്ഡ് ആണ്. അതുമായിട്ട് ഞാൻ യൂസ്ഡ് ആണ്. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അതിൽ. ഞാൻ പുറത്ത് കാണിക്കാറുമില്ല. പിന്നെ ആ ലെറ്ററിൽ എഴുതി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത്ര അമ്മമാരൊക്കെ ഭയങ്കര. അപ്പോൾ അപ്പോഴും എനിക്ക് വല്ലാത്തൊരു ഇതാണ്. അപ്പം അപ്സരയുടെ അമ്മ വന്ന് കെട്ടിപ്പിടിച്ചപ്പോഴാണെങ്കിലും ഞാൻ പെട്ടെന്ന് ഫ്രീസായി. ഉള്ളിനുള്ളിൽ ഞാൻ പുറത്ത് വേറെ രീതി പെരുമാറിയെങ്കിലും ഞാൻ ഉള്ളിൽ ഫ്രീസായിട്ട് നിൽക്കുമായിരുന്നു. ദൈവം ഇതെന്താ ഇങ്ങനെ. അപ്പോൾ ഓരോ അമ്മമാർ വന്നിട്ട് മറ്റേ കഴിക്കാനൊക്കെ എടുത്ത് വായിൽ വെച്ച് വരുമ്പോഴൊക്കെ ഞാൻ അയ്യോ ഇതെന്തത്, എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് യൂസ്ഡ് അല്ല ഇതിനൊന്നും. അപ്പോൾ അത് അങ്ങനെ പോയി. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം.